നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ കുറച്ച് സാരി കാണിക്കാവേ. ഞാനാണെങ്കിൽ ചുരിദാർ സെറ്റും കുർത്തിയും കാണിക്കണം, പ്രത്യേകിച്ചും ചുരിദാർ സെറ്റ് കാണിക്കണമെന്നും പറഞ്ഞ് അങ്ങ് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ ഉണ്ടല്ലോ, പല കാരണത്താൽ നടക്കുന്നില്ല. നമുക്ക് ഓണം സാരി എന്ന് പറയാൻ വേണമെങ്കിൽ ഓണം എൻ്റെ കാണീര് മുഴുവൻ ഓണത്തിന് സെറ്റ് സാരി എന്നുള്ള ഒരു കോൺസെപ്റ്റിലല്ല ഞാൻ കാണിക്കുന്നത് കേട്ടോ. അല്ലാതെ ഓണം കഴിഞ്ഞിട്ടും അല്ലാതെ എപ്പോഴും റെഗുലറായിട്ട് നമുക്കത് ഉടുക്കാൻ പറ്റണം. പക്ഷേ കേരള സാരിയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവണം. അങ്ങനെയൊക്കെ ഒരു ഇതാ എൻ്റെ മനസ്സിൽ കേട്ടോ. അതിപ്പോൾ ക്രിസ്മസിനാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. എൻ്റെ സ്വന്തം കാര്യത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ സെയിൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി. ഇത് വിത്ത് ബ്ലൗസ്. ഇത് നമ്മുടെ വിചിത്ര സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. പ്യുവർ വിചിത്ര സിൽക്ക് അല്ല, ഒരു ടിഷ്യൂ മിക്സ് ആയിട്ടുള്ള വിചിത്ര സിൽക്കിൻ്റെ സ്റ്റഫ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയൽ കൊടുത്താൽ മതി. ഒരു ടിഷ്യൂ ടൈപ്പ് മെറ്റീരിയലാണ്. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല സിൽക്കിയാണ്, നല്ല വില തോന്നിക്കുന്ന ടൈപ്പ് സാരിയാണ്. പക്ഷേ വില വളരെ കുറവാണ്. ഇതാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബ്ലൗസ്. ഇത് കണ്ടോ, ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് വരും. അടിപൊളിയായിരിക്കും ഈ ബ്ലൗസും കൂടെ കൂട്ടിയിട്ട് വരുമ്പോഴത്തേനും. ഭയങ്കര ഒരു രസമാണ്. ഇത് ഭയങ്കര ലൈറ്റ്, എന്നാ പറയുന്നത്, നമ്മുടെ ഒരു ശാന്തമായിട്ടുള്ള കളറ്. ഇത് പല കളറുകൾക്ക്. പിന്നെ ഈ ഒരു ബ്ലൗസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പല ഇതിന് ഇടുകയും ചെയ്യാം. കേരള സാരിക്കിടാം, പിന്നെ അല്ലാതെ പല ഡ്രസ്സിനും ഇടാം. കാരണം ഇത്രയും കളറുണ്ട്. പോച്ചമ്പള്ളി ഡിസൈൻ പോലത്തെ ഒരു സിക്സാഗ് ഡിസൈൻ. ഇതാണ് ആദ്യത്തെ സാരി. രണ്ടാമത്തെ അതിൻ്റെ തന്നെ സെയിം സാരി, സെയിം ബ്ലൗസിൻ്റെ ഡിസൈൻ മാറുന്നു. ഇത് അടുത്തത്. ഇത് കണ്ട, ഈ ഒരു നല്ല സിൽക്കി ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കായിട്ടുള്ള സാരിയാണ്. ടാസിലൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് സാരി ഫോൾ വെച്ചിട്ട് വേണം ഉടുക്കാൻ എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. സാരി ഫോൾ വെക്കണം, എന്നാലേ അതിന് ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. ആ എടുപ്പ് നല്ല, നമ്മുടെ പ്ലീറ്റ്സൊക്കെ നല്ല ഇങ്ങനെ ഞുറുങ്ങി ആക്ഷനിൽ കൂടെയല്ലേ ഇങ്ങനെ കിടക്കണമെങ്കിൽ എന്നാ ചെയ്യണം? എന്നാ ചെയ്യണം? സാരി ഫോൾ വെക്കണം. 3 സാരിയാണ് ആ ഒരു സാരി സെയിമാ, ബ്ലൗസ് മാത്രം വ്യത്യാസപ്പെട്ട്. ഇത് കണ്ടോ, ഇതിന് വരുമ്പോൾ ഈ ഗോൾഡുമായിട്ട് ഇച്ചിരി കോമ്പിനേഷൻ കൂടുതൽ വരുന്നുണ്ട്. സെയിം ഇതായിട്ട് ഇതിൻ്റെ തന്നെ വരും. എല്ലാം ഒരേ അത് തന്നെ പറയാം. ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഇതാ. ബ്ലൗസിൻ്റെ തുണി 1 മീറ്റർ ആണെന്നാണ് തോന്നുന്നു. 1 മീറ്റർ ഉണ്ട്. ഇതിനകത്ത് തന്നെ വെച്ചില്ലെങ്കിലേ പാടാം. ഇനി നമുക്കല്ലാത്ത കുറച്ച് കോട്ടൺ സാരി കാണിക്കാവേ. കോട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് കോട്ടൺ ആണ്. സ്റ്റാർച്ച് ചെയ്യുന്ന കോട്ടൺ അല്ല, സോഫ്റ്റ് കോട്ടൺ ആണ്. എന്നാൽ എന്നാ പറയുന്നത്, ഭയങ്കര ഇതായിട്ട് വിങ്ങി കിടക്കുന്ന നല്ല സാരികളാണ്. നിങ്ങൾക്ക് ഡെയിലി യൂസിനോ എന്നാ പറയുന്നത്, അത്യാവശ്യം എവിടെയെങ്കിലും ഇപ്പം ഒരു ഫോർമലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരി. ഇതിൻ്റെ പല ഡിസൈൻസ് ഉണ്ട്. ബോഡി ഡിസൈൻ ഉള്ളത് കൊണ്ട്, ബോഡി ഡിസൈൻ ഇല്ലാത്തതുകൊണ്ട്. കണ്ടോ, നല്ല ബോർഡറുമായിട്ട് ആഷ് കളറാണ്. ആഷും ബ്ലാക്കും കൂടെ കൂടിയ ഒരു കളറ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. ഇതിൻ്റെ മുന്താണി ഇതാട്ടോ. ബ്ലൗസ് ഇല്ലേ, ഇതല്ല, ബ്ലാക്കാണ്, വെറും ബ്ലാക്ക്. അപ്പോൾ ഒരു ലാഭമുണ്ട്, തയ്ക്കണ്ട. ബ്ലൗസ്, ബ്ലാക്ക് ബ്ലൗസ് കയ്യിലില്ലാത്ത ആരാ ഉള്ളത്? കറക്റ്റ് കിട്ടും ബ്ലാക്ക് ബ്ലൗസ്. കോട്ടൺ ആയതുകൊണ്ട് കോട്ടൺ ബ്ലാക്ക് ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. നല്ലൊരു ലുക്കാണ് ഈ സാരിക്കും ബ്ലൗസിനും കൂടെ. ഇതിൻ്റെ എല്ലാ ഷെയ്ഡ്സും ഞാൻ കാണിക്കാം. എല്ലാം നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന. ഞാനാണെങ്കിൽ അധികം കോട്ടൺ സാരി അങ്ങനെ അറിയാമല്ലോ, കോട്ടൺ സാരി അങ്ങനെ കാണിക്കൽ ഭയങ്കര കുറവാണ്. എന്നാൽ പോലും എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാം നല്ല ഒരു ലുക്ക് തോന്നുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ്. ഇത് വരും മുന്താണി. ഉണ്ടോ, ഇങ്ങനെ വരും ബോഡി ഇങ്ങനെയാണേ. ഇവിടെ ആഷ്, ഇവിടെ മസ്റ്റാർഡ് യെല്ലോ, ഇവിടെ ഒരു വൈറ്റ്. ഇത് നല്ല പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മുടെ മുമ്പേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സാരി ഫോൾ വെച്ചിട്ട് നല്ല പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ എന്നാൽ രസമായിരിക്കുമോ. അതിന് ചേരുന്ന ഇപ്പോൾ ഒരു വൈറ്റ് മാലയോ, പേൾ മാലയൊക്കെ ഇല്ലേ, അങ്ങനത്തെയോ വെറും മുത്തുമാലയോ ഒക്കെ ഇട്ടാലും നല്ലൊരു എടുപ്പായിരിക്കും. മുന്താണി വന്നിട്ട് ഇങ്ങനെ നമുക്ക് എവിടെ വേണേലും ഉടുക്കാം. ഇപ്പം ചർച്ച് വെയർ ആയിട്ടോ, അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോകുമ്പോഴോ, ഓഫീസിൽ പോകുമ്പോഴോ. ഇതാണ് ബ്ലൗസ് പ്ലെയിൻ, നമ്മൾ സ്റ്റഡി യെല്ലോ. ചർച്ചും ആരാധനാലയവും ഒന്നാണ്, ശരി, സമ്മതിച്ചു. എല്ലാ ആരാധനാലയവും ചർച്ചല്ലല്ലോ. തിരിഞ്ഞു ചിന്തിച്ച് നോക്ക്.
എല്ലാ ആരാധനാലയം എന്ന് പറയുന്ന ചർച്ചിലല്ലോ എല്ലാവരും പോകുന്നേ. അതുകൊണ്ടാണ് ചർച്ചെന്നും ആരാധനാലയം എന്നും പറഞ്ഞത്. ഓ, എൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ ഇറങ്ങിയേക്കുക അങ്ങോട്ട് കച്ച കെട്ടി. ഇത് കഴിയട്ടെ കേട്ടോ, ഞാൻ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം. ചിരിച്ചു കഴിഞ്ഞിട്ടൊരു മൂളൽ വരും. നമ്മുടെ റിമി ടോമി, നമ്മുടെ മരിച്ചുപോയ കലാഭവൻ മണിച്ചേട്ടൻ, പിന്നെ നമ്മുടെ മഞ്ജു വാര്യർ കുട്ടി, എനിക്ക് എന്നാ ഇഷ്ടമാണോ, പേര് പറയുമ്പോൾ പോലും എനിക്കിഷ്ടമാണ്. അവരുടെയൊക്കെ ചിരി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഭയങ്കര യുണീക്കല്ലേ, ഭയങ്കര ഒരു അല്ലേ എന്ന് പറഞ്ഞ പോലെ. ഞാൻ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇട്ടൊന്നുമില്ല, എനിക്ക് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. ആഷ് കളറ് ഇവിടെ വന്നിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവിടേക്ക് വരുമ്പോൾ ഡിമ്മാണെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ ബ്രൈറ്റ് ആവും. നല്ല രസമാണ് കേട്ടോ, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. വളരെ സിമ്പിളായിട്ടോ പിന്നെ എന്നാ പറയുന്നത്, അത്യാവശ്യം നല്ല ഫോർമലായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഉടുക്കാൻ നല്ല സുഖമാണ്, ഉടുത്ത് വെക്കാനും പാടില്ല, മാനേജ് ചെയ്യാനും പാടില്ല. പിന്നെ സ്റ്റാർച്ച് മുക്കണ്ട. ഇത് വരുമ്പം ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ്, പിങ്കും നേവി ബ്ലൂ നമ്മൾ കാണുന്ന കോമ്പിനേഷൻ ആണെങ്കിലും ആ കോമ്പിനേഷൻ പിങ്കും നേവി ബ്ലൂ മാത്രമല്ല, അതിൻ്റെ കൂടെ വൈറ്റും കൂടെ കൂടി അങ്ങോട്ട് വരുമ്പോൾ അടിപൊളിയാണ്. വൈറ്റ് ബ്ലൗസ് ഇടുവാണെങ്കിൽ കുറെ കൂടെ നല്ലതായിരിക്കും കേട്ടോ. വൈറ്റ് ബ്ലൗസ് ഇപ്പോൾ നമുക്ക് ഭയങ്കര ഹിറ്റല്ലേ, അപ്പോൾ വൈറ്റ് ബ്ലൗസ് ഉണ്ടെങ്കിൽ നേവി ബ്ലൂ ഇടുന്നതിനെ കഴിഞ്ഞ് ഒരു നേവി ബ്ലൂ ഇട്ട് കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കോമൺ ലുക്ക് വരും. വൈറ്റ് ഇട്ട് കഴിയുമ്പം ഒരു റെയർ ലുക്ക് വരും, എപ്പോഴും കാണാത്ത ലുക്ക് വരും. ശരിക്കും പറഞ്ഞാൽ അല്ലേന്ന് വെച്ചു ആലോചിച്ച് നോക്കി. എന്താണ് നേവി ബ്ലൂ, ഇത് നമ്മൾ എപ്പോഴും കാണുന്നതല്ല. നമ്മൾ എപ്പോഴും ഇടുന്ന കോമ്പിനേഷൻ എന്നാ, ബ്ലൗസിന് സാരിയുടെ പ്രിൻറ്റിലുള്ള കോമ്പിനേഷൻ. അതല്ലാതെ എടുത്ത് അല്ലാതെ ഇടുവാണെങ്കിൽ ഒരു വ്യത്യാസമാണ്. ആരാ ഞാൻ ഇനിയുണ്ടല്ലോ. അയ്യോ, തിരിഞ്ഞു പോയല്ലോ. ഇവരെന്നെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ നമ്പർ ഇട്ട് വെച്ചതാണോ, അത് ഇടയ്ക്ക് വേറെ വന്നു കയറി. മോഡലെല്ലാം കൂടെ ഒരേപോലത്തെ ഒന്നിച്ച് വെക്കണം, ഞാൻ ശ്രദ്ധിച്ച് കാണത്തില്ല. ഇത് പ്ലെയിൻ, ബോഡി പ്ലെയിൻ. മറ്റേതെല്ലാം ബോഡിയിലൊരു ഡിസൈൻ, ചെറിയൊരു ലൈൻസൊക്കെ പോലെ ഉണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ വന്നിട്ട് ബോഡി പ്ലെയിൻ. കണ്ടോ, തനി മസ്റ്റാർഡ് യെല്ലോ. ഇതല്ലേ അല്ലേ മസ്റ്റാർഡ് യെല്ലോ, കുറച്ചും കൂടെ തെളിഞ്ഞതാ. ഇത് മസ്റ്റാർഡ് യെല്ലോ ആണ്, ഗ്രീനാ. എന്നെ കുഴപ്പിക്കല്ല കേട്ടോ, ഇത് ഗ്രീൻ അല്ല, ഇത് യെല്ലോ ആണ്. ഇതിനകത്തുണ്ടല്ലോ ചെറുപയറിൻ്റെ കളർ ഒരു കയറി വരുന്നുണ്ട്, അങ്ങനെ ഒരു കളറ്. ചെറുപയറിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ചെറുപയറിൻ്റെ ചില ചെറുപയറിന് ഇച്ചിരി മഞ്ഞപ്പല്ലേ കൂടുതൽ, പച്ചയല്ലല്ലോ. ആ ഒരു സംഭവമാണ്. വീണിടത്ത് ഇവിടെ നിന്ന് ഉരുളാൻ എന്നെ കഴിയും വിദഗ്ധ വേറെ ആരുമില്ല. കേട്ടോ, എൻ്റെ ഭർത്താവ് പറയവേ വക്കീലാകാൻ പോകുന്നതായിരുന്നു ഏറ്റവും നല്ലതെന്ന്. സത്യം, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗ്രഹിച്ച പ്രൊഫഷനായിരുന്നു ലോയറാകുക, വക്കീലാകുക എന്നുള്ളത്. എന്നാൽ ജഡ്ജിയൊക്കെ ഞാൻ അത്ര നാക്കാന്നല്ല, ചുമ്മാ പറയാം കേട്ടോ. എന്നാ നമ്മുടെ തലയിൽ ഓരോന്ന് വരച്ച് തമ്പുരാൻ വിട്ടിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇപ്പം ഹാപ്പി അല്ലേ. അതുകൊണ്ടല്ലേ നിങ്ങളെപ്പോലെയുള്ള എന്തോരോ ആൾക്കാരെ എനിക്ക്, എൻ്റെ ദൈവമേ, എനിക്കൊന്നും പറയണ്ട. ദൈവത്തിന് ഒരു കോടി നന്ദി. നിങ്ങളെയൊക്കെ എനിക്ക് തന്നതിന്, കണ്ടിട്ടും കാണാതെയും. ഇതിൻ്റെ ബ്ലൗസിൻ്റെ കളറാണ് ഞാൻ ഈ കിടന്നത് അപ്പുന്നത്. ബ്ലൗസില്ലേ റണ്ണിങ് ആണേ. അപ്പോൾ എന്നാ എടുക്കണമെന്നറിയോ, വൈറ്റ് ബ്ലൗസ് ഇട്ടാൽ മതി. വൈറ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് വൈറ്റ് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ലൈറ്റ് ഒരു യെല്ലോയിഷ് കളർ ഇട്ടാൽ മതി. അത് തന്നെ വേണമെങ്കിൽ ഇട്ടോ, അത് തന്നെ ഇട്ടാലും നല്ലതാണ്. കാരണം കയ്യിൽ ഈ ബോർഡർ വരുമല്ലോ, അപ്പോഴൊരു നല്ലതാണ്. പിന്നെ ഇത് ഇനി മറ്റേത് മിക്സഡ് ആയിട്ടായിരിക്കുന്നത് കേട്ടോ. ഇത് മുമ്പേ കാണിച്ചത് തന്നെ. അതിൻ്റെ പ്രിൻ്റ് ഈ ടൈ ആൻഡ് ഡൈ എന്ന് പറയാൻ പറ്റത്തില്ല, ചുങ്കിടി പ്രിൻ്റ് പോലെ ഒരു മോഡൽ. ടൈ ആൻഡ് ഡൈ അല്ല കേട്ടോ. ബ്ലൗസ് നേവി ബ്ലൂ. ഇതാണ്ടേ, മൊത്തം അഴിച്ചോ. ഇത് വരും, എന്നാ പറയേണ്ടത്, ബോഡി മുന്താണി ഇങ്ങനെ. നല്ല രസമല്ലേ വൈറ്റ് ബ്ലൗസും കൂടി ഇട്ടാൽ. ഇതിൻ്റെ ബ്ലൗസ് ശരിക്കും നേവി ബ്ലൂ ആണ്, പ്ലെയിൻ നേവി ബ്ലൂ ആണ്. പക്ഷെ വൈറ്റ് ബ്ലൗസ് ഇട്ട് നോക്കിക്കേ, എന്നിട്ടൊരു വൈറ്റ് സ്റ്റഡോ റിങ്ങോ മുത്തുമാലയോ ഒക്കെ ഇട്ടേ, നല്ല അടിപൊളിയാണ്. ഇത് ഒരു റെഡിഷ് മെറൂൺ അല്ല, റെഡിഷ് തവിട്ട കളർ എന്ന് പറയുന്ന കളർ. ഈ തവിട്ട കളറിന് ഇംഗ്ലീഷിൽ എന്തുവാ പറയുന്നത്? ആ കളറിന് ഏത് കളറെന്നാണ് പറയുന്നത്?
ഇതിങ്ങനെ കേട്ടോ. ഇതിൻ്റെ പ്രിൻ്റ് കാണിക്കണമെങ്കിൽ ഇത് കണ്ടോ, ഇങ്ങനെ വരും. ഇങ്ങനെ ലൈൻസ് പോലെ, കീഴോട്ട് ലൈൻസ് പോലെയാണ് ബോഡിക്കുള്ള പ്രിൻസ് അല്ല പ്രിൻ്റ്. മുന്താണി ഇങ്ങനെ ബ്ലാക്ക്, നല്ലൊരു കളർ. റെഡല്ല, റെഡിൻ്റെ ഒരു ഷെയ്ഡ്, റെഡും ഞാൻ പറഞ്ഞ തവിട്ട കളറിൻ്റെയും കൂടെ കൂടിയൊരു ഷെയ്ഡ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ സമയം രാത്രിയായി, അതുകൊണ്ട് ഒട്ടും കളർ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ? ലൈറ്റത്ത് കളർ ബ്ലൈൻഡ്നെസ് ഒന്നുമില്ല. എന്നാ പറയുന്നത്, ലൈറ്റിൻ്റെ വെട്ടത്തെ നമുക്ക് കളർ തിരിച്ചറിയത്തില്ലല്ലോ, സൺലൈറ്റിൻ്റെ വെട്ടത്തല്ലേ അറിയത്തുള്ളൂ. ഇത് അടുത്ത കളർ. ഇതിപ്പോൾ ഇല്ലേ കോഫി കളറല്ല, ഈ ഡസ്റ്റി ആയിട്ടുള്ള ഒരു ബ്ലാക്കും ഒരു ഗ്രീൻ അല്ലേ ഈ പായലിൻ്റെ കളറുള്ള ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണേ. മുന്താണി വരുമ്പം, മുന്താണി ഞാൻ എപ്പോഴും കാണിച്ചില്ലേലും മുന്താണി അറിയാലോ. ഇതാണ് മുന്താണി, ഉണ്ടോ? എപ്പോഴും കാണിച്ചില്ലേലും മുന്താണി അറിയത്തില്ല. ഇത് വേറെ മുന്താണിയല്ലേ, ഇത് പ്ലെയിൻ അല്ലേ ബോഡി, അതുകൊണ്ടായിരിക്കും മുന്താണി മാറിയത്. ഇത് കാണിച്ചതാണോ? രണ്ടെണ്ണം ഉണ്ടോ? കാണിച്ചാണോ? നിങ്ങൾ കാണിക്കുക അല്ലേ, ഇല്ലെങ്കിൽ എന്നെ എടുക്കും അല്ലേ. ഇത് മുമ്പേ കാണിച്ചതാണെങ്കിലും കുഴപ്പമില്ല, നമ്പർ ഉണ്ടായിരിക്കും കേട്ടോ, രണ്ടിനും 2 നമ്പറായിരിക്കും. ഇതേ എന്താണ് ഇത്? അതേ കിടക്കുന്നത്. അല്ല ഇത് കാണിച്ചില്ല. ഇതിൻ്റെ ഇവിടുത്തെ കളർ വേറെ ആയിരുന്നെന്ന് തോന്നുന്നു, ഓറഞ്ച് കളറായിരുന്നു തോന്നുന്നു കേട്ടോ. ഇത് ആഷും മസ്റ്റാർഡ് യെല്ലോയും. നമ്മുടെ ഷോപ്പിൽ ഇഷ്ടം പോലെ സാരികൾ, കുർത്തികൾ, ചുരിദാർ സെറ്റ്. അയ്യോ, വിലയിട്ട് കയറ്റി 90% കയറ്റി. ഇനിയിപ്പം നാളെ കഴിഞ്ഞ് അടുത്ത ബണ്ടിൽ വരും. ഞങ്ങളുടെ കുർത്തിയുടെ സെക്ഷൻ കുറേ കൂടെ വിശാലമാകും കേട്ടോ. ഞാൻ വീഡിയോ കാണിക്കാവേ. ഒനിയൻ്റെ ഒരു ഷെയ്ഡ്, തനി ഒനിയൻ പിങ്ക് എന്ന് പറയാൻ പറ്റിയാൽ ഒനിയൻ്റെ ഒരു ഷെയ്ഡ്, ഒനിയൻ്റെ എവിടത്തെയോ ഒരു ഷെയ്ഡ് മുന്താണി വന്നിട്ടിങ്ങനെ. എനിക്ക് ഇതിൻ്റെ മുന്താണി ഭയങ്കര ഇഷ്ടം കേട്ടോ. അല്ലേ, നല്ല രസമല്ലേ? ഇങ്ങനെ എങ്ങനെയാലും ഒക്കെ ഉണ്ടല്ലോ, പിടിച്ച് നല്ല പ്ലീറ്റ്സ് ഇട്ടിട്ട് സാരി എടുക്കാൻ തോന്നുന്നു സത്യം പറഞ്ഞാൽ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചുമ്മാ കേൾപ്പിക്കാൻ പറയുന്നല്ലോ കേട്ടോ, ഞാൻ എൻ്റെ ശരിക്കുള്ള ആത്മകഥം പറഞ്ഞതാ. ശരിക്കും പച്ച കളർ. ഇതാ മുന്താണി ഇത് അത് ബോഡി പ്ലെയിന്. ഇനി ഒരൊറ്റ സാരിയും കൂടെ ഉണ്ട്, വഴിതെറ്റി വന്നതല്ല. ഇത് നമ്പർ ഇട്ടപ്പം മാറിപ്പോയതാണ്. കേരള സാരി മോഡൽ കാണിക്കാൻ വേണ്ടി നമ്പർ ഇട്ടപ്പം മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സാരി. ഇതിൻ്റെ സാരി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കേരള സാരി ആയിട്ട് ഉടുക്കാം, അല്ലാതെ ഉടുക്കാം. നല്ല ഇതുണ്ടോ? ഇത് വരും മുന്താണി. ടിഷ്യൂ പോലത്തെ ഒരു മെറ്റീരിയലാണോ എന്ന് ചോദിച്ചാൽ ടിഷ്യൂ പോലൊരു മെറ്റീരിയലാണ്, പക്ഷേ പൂർണ്ണമായിട്ടും ടിഷ്യൂ അല്ല, ഒരു ഭയങ്കര കുറെ കൂടെ സോഫ്റ്റാണ്. ഇതാണ് മുന്താണി. പിന്നില്ലേ ബ്ലൗസ് വന്നിട്ട് ഇത് ഈ ഒരു ഗോൾഡൻ കയ്യിൽ ബോർഡറുമായിട്ട് ബ്ലൗസ്. നല്ല കേരള സാരിക്ക് ഉണ്ടല്ലോ, നല്ല ആപ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിന് നമ്മുടെ ആ ട്രഡീഷണൽ ഡാർക്ക് മെറൂണോ ഡാർക്ക് ഗ്രീനോ, അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് ഏതെങ്കിലും കണ്ടുപിടിച്ച് ഏതെങ്കിലും കളറുകളും ഒക്കെ ഇട്ട് വേറെ രീതിക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബ്ലൗസ് ഇത് ടിഷ്യൂവിൻ്റെ തന്നെ. ഇത് കണ്ടോ, ഇത് സ്റ്റഫ് കണ്ടോ, ഇങ്ങനെ ഒരു ലൈൻസ് പോലെ വരുന്ന ഒരു സ്റ്റഫ്. അത് ലൈനിങ്ങും കൂടി ഇട്ട് തയ്ച്ച് കഴിയുമ്പോൾ നല്ലതായിരിക്കും. കയ്യിൽ ഇങ്ങനെ ഒരു കസവിൻ്റെ പോലെ, കസവല്ല കേട്ടോ, കസവിൻ്റെ പോലത്തെ ഒരു ബോർഡറും ഉണ്ട്. ഇങ്ങനത്തെ സാരീസ് വലിയ റേറ്റ് ഇല്ല, അതാണ് അതിൻ്റെ വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. റേറ്റ് വളരെ കുറവാണ് നമുക്ക്, പക്ഷേ അല്ലാത്തപ്പോൾ ഉടുക്കുകയും ചെയ്യാം. ഈ മാമോദീസ പോലൊക്കെയുള്ള ചടങ്ങുകളിലൊക്കെ ഇല്ലേ, അമ്മമാർക്കൊക്കെ ഉടുക്കാൻ നല്ല സാരിയാണ് സത്യം പറഞ്ഞാൽ. കാരണം റേറ്റ് അധികമില്ല, പക്ഷേ ഇങ്ങനത്തെ കളേഴ്സാണല്ലോ ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഗീവ് അവേ കമൻറ്റിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ചൊവ്വാഴ്ച വരെയുള്ളതാണ്. അപ്പോൾ യൂഷ്വലി നമുക്ക് സൺഡേസിൽ വീഡിയോ ഇല്ല. ഈ സൺഡേ ഉണ്ടോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ വരും. 7 മണിക്കായിരിക്കത്തില്ല, വരും. സൺഡേ വീഡിയോ ഉണ്ട് രാവിലെ 10 മണിക്കാണ്, 10:30 വരുന്നത്.
ഒത്തിരി സാധനങ്ങളും ഓണമൊക്കെ അല്ലേ, കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നടക്കുമോ എന്നറിയത്തില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.